സഞ്ജു വി സാംസണെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സഞ്ജുവിന്റെ പിതാവ് സാംസൺ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. TC മാത്യുവിനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും സഞ്ജുവിന്റെ മുട്ടിന്റെ പരിക്ക് ചികിത്സിക്കാൻ പോലും KCA സമയം തരുന്നില്ലെന്നും സാംസൺ പറഞ്ഞു. ആദ്യം സാംസന്റെ വാക്കുകളിലേക്ക്. വെറുതെയാണ് ഒരു പ്ലെയറിന് അവനൊരു പ്ലെയർ അവനോട് ഈ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ വെറുതെയാണ്. ഡ്രസ്സിങ് റൂമിൽ അവനൊരു ബാറ്റ് വലിച്ചെറിഞ്ഞു. അവൻ്റെ ബാറ്റ് അവൻ്റെ ഡ്രസ്സിങ് റൂമിൽ അവൻ്റെ കിറ്റ് ബാഗിൽ വലിച്ചെറിഞ്ഞു. ഇതൊരു വലിയ ആരോപണമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവനെ പണിഷ് ചെയ്യും. അവൻ 0 ഔട്ടായി. നമ്മുടെ കേരളത്തിന് വേണ്ടി പല പ്രാവശ്യവും ഡബിൾ സെഞ്ചുറിയും അതും ഇതും ആ സെഞ്ചുറികളൊക്കെ ഒരുപാട് അടിച്ച് കേരളത്തിൻ്റെ പേര് നിലനിർത്തിയ കുഞ്ഞാണത്. അവൻ ഔട്ടായപ്പോൾ അവൻ്റെ സ്വന്തം വിഷമം അവൻ്റെ സ്വന്തം ബാറ്റോട് അവൻ്റെ കിറ്റ് ബാഗിൽ എറിഞ്ഞ് കാണിച്ചത് വലിയ അപരാധമായി പോയി എന്ന് അവനെ ക്രൂശിലേറ്റുന്നു. ഇത് നിങ്ങൾക്ക് ന്യായം തോന്നണമെങ്കിൽ നിങ്ങൾ അവനെ പണിഷ്മെൻറ്റ് കൊടുക്കൂ. അതിനെതിരെയുള്ള മറ്റൊരു ആരോപണം പലപ്പോഴും പ്രാക്ടീസ് സമയത്തും മറ്റും ടീമിനൊപ്പം ഇല്ലായിരുന്നു, അനുവാദമില്ലാതെ തപ്പ്, വെറും തെറ്റ്, ഒരിക്കലുമില്ല. ഒരു കാരണവശാലും അത് സംഭവിക്കുന്നതല്ല. അത് വെറും തെറ്റത്. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ അവൻ്റെ കിറ്റ് ബാഗിൽ ഡ്രസ്സിങ് റൂമിൽ അവൻ്റെ ബാറ്റ് വലിച്ചെറിഞ്ഞു. ഇത് അപരാധമായി കാണുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കഥകൾ. ഇതിന് ഷോക്കേസ് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കാണുന്ന എത്രയോ പേർക്ക് ഷോക്കേസ് നോട്ടീസ് കൊടുക്കും. അത് ഡ്രസ്സിങ് റൂമിൽ. ഇപ്പോൾ എന്നാൽ ഗ്രൗണ്ടിൽ ഔട്ടാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഔട്ടാകുന്ന മെച്യൂർഡ് പ്ലേയേഴ്സ് അവിടെ അവരൊരു റിയാക്ട് ചെയ്യാറില്ലേ? ബാറ്റ് അന്നേരം ഒന്നുമില്ല അവരെ പേടിലടിക്കും ഔട്ടായതിന്, ഒന്നുമില്ലെങ്കിൽ അവർ വെറുതെ തറയിലടിക്കും. ഇതിന് ഡ്രസ്സിങ് റൂമിൽ പോയ കൊച്ച് അവിടെ അതിന് അതിന് കഥകളുണ്ടാക്കുക. ഇതൊരു കഥ ഉണ്ടാക്കലല്ലേ? അവനെതിരെ അവനെ ഇഷ്ടപ്പെടാത്ത ആരോ ഉണ്ടാക്കിയ കഥ അത് മാത്യു സാറിൻ്റെ ചെവിയിലെത്തി. മാത്യു സാർ അവിടെ ഇല്ലല്ലോ. നമ്മുടെ KCAയുടെ വലിയ ഭാരവാഹികൾ അവിടെ ഇല്ല, സെലക്ടേഴ്സ് ഇല്ല. അപ്പോൾ അവനോട് ശത്രുതയുള്ള ആരോ ഒരു കഥ ഉണ്ടാക്കി അവിടെ. അതിനെ സാറിന് തന്നെ പരിഹരിക്കാമെന്നുള്ളതല്ലേ? അതിനൊരു ഷോക്കാസ് നോട്ടീസ് വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇതെന്തൊരു വലിയൊരു ഹീനിയസ് ക്രൈമാണോ നമ്മുടെ സഞ്ജു ചെയ്തത്? അവനെ തേജോവധം ചെയ്യുക, അവനെ മാനസികമായി തകർത്തുക, അവനെ തളർത്തിക്കളയുക. അവനൊരു പ്ലെയറായി എനിക്ക് മനസ്സിലായില്ല എന്താണ് അവൻ ചെയ്ത അപരാധം. ആരോട് അപരാധം ചെയ്തു എനിക്കറിയില്ല. എന്തുകൊണ്ട് ആ കുഞ്ഞിനെ ക്രൂശിക്കുന്നു? കേരളം വളർത്തിക്കൊണ്ടുവന്ന പ്ലെയർ തന്നെയാണ് അവൻ. കേരളം തന്നെയാണ് അവനെ വളർത്തിയത്. കേരള ക്രിക്കറ്റ് തന്നെയാണ് അവനെ വളർത്തിയത്. അവിടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് ചേട്ടന്മാരുണ്ട്, അവൻ്റെ കോച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. അവന് ഒരുപാട് സ്നേഹം കൊടുക്കുകയും മണിക്കൂറുകളോളം സഞ്ജുവിൻ്റെ കൂടെ പ്രാക്ടീസിന് സമയം കളയുന്ന ബിജു സാറ് അവനെ വെറുതെ വിടുക, അവനെ കളിക്കാൻ അനുവദിക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൻ്റെ വളർന്നു വരുന്ന കുട്ടിയാവൻ, അവനെ വളർത്തി വിടുക, അവനെ തകർക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. അവനെ തകർക്കാതിരിക്കുക, അവന് ചികിത്സ കൊടുക്കുക. അവൻ വയ്യാതിരിക്കുകയാണ്. അവന് ക്യാമ്പിൽ രണ്ട് മുട്ടും വയ്യാതിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 30-ാം തീയതി MRI എടുത്തു. ആ MRI എടുത്ത് റിപ്പോർട്ട് 5-ാം തീയതി നവംബർ 5-ാം തീയതി അവൻ KCAക്ക് സബ്മിറ്റ് ചെയ്തു. ഈ നവംബർ 5-ന് 30-ാം തീയതി MRI എടുത്തു, 2 മുട്ടിൻ്റെയും. 5-ാം തീയതി അവൻ KCAക്ക് സബ്മിറ്റ് ചെയ്തു. KCA എടുക്കുന്ന അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. KCA റിജക്റ്റ് ചെയ്തു. ഇത് റിജക്റ്റ് ചെയ്ത് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല KCAയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അവരാണ് റിജക്റ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ശ്രദ്ധയിൽ പെട്ട് കാണില്ല, എനിക്കറിയില്ല ആരോ റിജക്റ്റ് ചെയ്തു. അവൻ റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇഞ്ചുറി ഉണ്ട്, അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഞാനത് എൻ്റെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഞ്ജു ചികിത്സ ആവശ്യപ്പെടുന്നു, KCAയോടാണ് ആവശ്യപ്പെടുന്നത്.
കേസി അവന് ചികിത്സ കൊടുക്കണമെന്നാണ് സഞ്ജു ആവശ്യപ്പെടുന്നത്, സഞ്ജുവിൻ്റെ അച്ഛൻ ആവശ്യപ്പെടുന്നത്. സഞ്ജുവിൻ്റെ അച്ഛൻ്റെ ആവശ്യം ഇത് തന്നെയാണ്. മാത്യു സാറിനെ ഞാൻ ഫോൺ ചെയ്ത് സാറിനോടും പറഞ്ഞത് തന്നെ, സഞ്ജുവിന് റെസ്റ്റ് കൊടുക്കണം, സഞ്ജു വൺ-ഡേ T20 കളിക്ക് വേണ്ടി തിരിച്ചു വരണം, സാറതിന് സാറിൻ്റെ ഇടപെടൽ ഇത് വേണം. കാരണം അവിടെ കോച്ച്, ആ ക്യാപ്റ്റൻ, കോച്ചും ക്യാപ്റ്റനും അതിന് പെർമിറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടല്ല അവനെ വിടാത്തത്. ടീം മാനേജ്മെൻറ്റ് അവിടെ ഉണ്ട്, അതവനെ അവർ വിടുന്നില്ല. അപ്പോൾ മാത്യു സാറിൻ്റെ ഇടപെടൽ വേണമെന്ന് ഞാൻ പറയുന്നു. അവൻ മാത്യു സാറിനെ വിളിച്ച് പറയുന്നു. അവൻ്റെ ബുദ്ധിമുട്ട് അറിയുക, അവനെ ചികിത്സയ്ക്ക് വിധേയനാക്കുക, അവനെ വെറുതെ വിടുക, അവനെ കളിക്കാൻ അനുവദിക്കുക. ഈ കേരളത്തിൻ്റെ ക്രിക്കറ്റ് ഭരിക്കുന്ന ഭരണാധികാരികളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കുക, അവൻ കളിച്ച് ജീവിക്കാൻ അവൻ അനുവദിക്കുക. അപ്പോൾ മോൻ മാത്യു സാറിന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സാറ് അത് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഞാനും സാറിനെ വിളിച്ചു. സാറേ, എനിക്ക് സാറിനെ ഒന്ന് കാണണം. ഞാനിന്നവരെ സാറിനോട് അപമര്യാദ ഒന്നും കാണിച്ചിട്ടില്ല, ഒരാളോടും ഇന്നേ വരെ അപമര്യാദ പെരുമാറിയിട്ടില്ല. അപ്പോൾ ഇതേപോലൊരു കഥ അത് മാത്യു സാറിന് ഞാൻ അസഭ്യം പറഞ്ഞു എന്ന് പറയുന്നത് ഇത് അതുപോലൊരു കഥ. എൻ്റെ മകനോട് ഇപ്പം എൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ കഥ എന്നെക്കുറിച്ച്. അപ്പോൾ ഞങ്ങളെ തേജവധം ചെയ്യുക, നാറ്റിക്കുക, ഒരിടത്തും നാറാനോ ഒരിടത്തും ബുദ്ധിമുട്ടുണ്ടാക്കാനോ ആർക്കും ശല്യം ഉണ്ടാക്കാതെയോ ജീവിക്കുന്ന ഞങ്ങളെ ഇത്ര ശുദ്ധമായിട്ട് ജീവിക്കുന്നു. ഏതോ കുബുദ്ധികൾ ഇവന്മാരും കുറച്ച് നാറട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ നാറ്റിക്കാൻ ശ്രമിക്കുന്നു. അത്ര ദാറ്റ്സ് ഓൾ. ഈ വാർത്ത പുറത്തെത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ കൂടി ചേരുകയാണ്. ജിതിൻ, എന്താണ് ആ അച്ഛൻ നമ്മളോട് പറഞ്ഞത്? എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കൂടുതൽ വിശദാംശങ്ങൾ. അജിംഷാദ്, സഞ്ജുവിനെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് വളരെ വികാരാധീനനായാണ് നമ്മളിപ്പോൾ കണ്ടതുപോലെ സഞ്ജുവിന്റെ അച്ഛനായ സാംസൺ പ്രതികരിച്ചത്. തന്റെ മകനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. തന്റെ മകനെ ഇഷ്ടപ്പെടാത്ത, മകന്റെ ശത്രുക്കൾ ആരോ മെനഞ്ഞെടുത്ത ആരോപണങ്ങളാണിത്. സഞ്ജു കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മാച്ചിൽ റൺസ് ഒന്നും എടുക്കാനാകാത്ത നിരാശയിൽ പവലിയനിലെത്തി തന്റെ ക്രിക്കറ്റ് ബാറ്റ് തന്റെ കിറ്റിലേക്ക് വലിച്ചെറിയുക മാത്രമാണ് സഞ്ജു ചെയ്തത്. അത് വലിയൊരു അപരാധമായി ചിത്രീകരിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ മുതിർന്ന താരങ്ങൾ തന്നെ ഗ്രൗണ്ടിൽ ബാറ്റ് വലിച്ചെറിയുന്നത് പോലുള്ള അത്തരം പ്രവർത്തികൾ ചെയ്യാറുണ്ട്. അവർക്കെതിരെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ആരോപണം, വലിയ ഒരു പ്രശ്നമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം ശ്രമിക്കുന്നത്. ആണ് ഇപ്പോൾ KCയുടെ ഭാഗത്തു നിന്നും നീക്കം ഉണ്ടാകുന്നത്. ചെറിയൊരു കാര്യത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്ന തരത്തിലേക്ക് വലിയൊരു പ്രശ്നമാക്കി KCLലെ ആരൊക്കെയോ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. തന്റെ മകനെ മാനസികമായി തളർത്താനും തേജോവധം ചെയ്യാനുമുള്ള നീക്കമാണ് KCയുടെ ഇപ്പോഴത്തെ കാരണം കാണിക്കൽ നോട്ടീസിനും മറ്റ് ആരോപണങ്ങൾക്ക് പിന്നിലുമുള്ളത് എന്ന് സാംസൺ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ KCയെ തന്റെ മോന് ചികിത്സയ്ക്കുള്ള അവസരം പോലും നിഷേധിക്കുന്ന തരത്തിൽ ക്രൂരമായാണ് KCLലെ പലരും തന്റെ മോനോട് പെരുമാറുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് സഞ്ജു സാംസണ് നിലവിൽ മുട്ടിന് പരുക്കുണ്ട്. ഇതിനാൽ തന്നെ ഇപ്പോൾ കളിക്കാനാകാത്ത സാഹചര്യമുണ്ട് എന്ന് സഞ്ജുവിനെ പരിശോധിച്ച ഡോക്ടർമാർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതനുസരിച്ച് തന്റെ മകന് ചികിത്സ നൽകാനായി സമയം അനുവദിക്കണമെന്നും അതിനുള്ള ചികിത്സാ സഹായം അനുവദിക്കണമെന്നും KCAയോട് നേരത്തെ സഞ്ജുവും തുടർന്ന് അത് നടപ്പാകാത്തപ്പോൾ സഞ്ജുവിന്റെ അച്ഛനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് KCA സമയം നൽകുകയോ ചികിത്സാ സഹായം നൽകുകയോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും KCA തന്റെ മകനെ ചികിത്സയ്ക്കായി തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ ചികിത്സയ്ക്കായി സമയം ചോദിക്കുമ്പോൾ ഇപ്പോഴും തന്റെ മകനെ ചികിത്സയ്ക്കുള്ള സമയം അനുവദിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഇപ്പോഴും കളിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് KCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ ക്രൂരമായ തന്റെ മകന്റെ ഭാവി തന്നെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ KCAയിലെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് സാംസൺ വ്യക്തമാക്കുന്നത്. ഇത് KCയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്നോ TC മാത്യു അറിഞ്ഞുകൊണ്ടാണെന്നോ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല, അദ്ദേഹം ആരോപിക്കുന്നില്ല. എങ്കിലും TC മാത്യുവിന് മുന്നിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അനുഭാവപൂർവ്വമുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ TC മാത്യുവിനെതിരെ സഞ്ജുവിന്റെ അച്ഛൻ അപമര്യാദയായി പെരുമാറി TC മാത്യുവിനോട് അസഭ്യം പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ആരോപണവും ഇപ്പോൾ സഞ്ജു ഈ പ്രശ്നവുമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത് തീർത്തും തെറ്റാണെന്നും സഞ്ജുവിനെ ചികിത്സയ്ക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് താൻ TC മാത്യുവുമായി ബന്ധപ്പെട്ടതെന്നും അപ്പോൾ ഇക്കാര്യങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നും സഞ്ജുവിന്റെ അച്ഛൻ പറയുകയുണ്ടായി. എന്നാൽ ചികിത്സയ്ക്കായി ഇപ്പോൾ വിടാനാകില്ല എന്ന തരത്തിലാണ് TC മാത്യു തനിക്ക് അതാണ് ഒരു പക്ഷേ അച്ഛൻ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞു ഉയർത്തുന്ന പരാതിക്ക് നിദാനം എന്നും മനസ്സിലാവുന്നു അല്ലേ? അതൊക്കെ. രണ്ടാമത് ഡ്രസ്സിംഗ് റൂമിലെ സംഭവവികാസം സംബന്ധിച്ച്
ഡ്രസ്സിംഗ് റൂമിൽ സംഭവിച്ചത് സംബന്ധിച്ച് സഞ്ജുവിന്റെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഗോവയ്ക്കെതിരായ കേരളത്തിന്റെ മാച്ചിൽ സഞ്ജുവിന് റൺസ് ഒന്നും എടുക്കാനായിരുന്നില്ല. റൺസ് എടുക്കാനാകാത്ത നിരാശയിൽ പവലിയനിലെത്തിയ ശേഷം തന്റെ ക്രിക്കറ്റ് ബാറ്റ് തന്റെ ക്രിക്കറ്റ് കിറ്റിലേക്ക് വലിച്ചെറിയുക മാത്രമാണ് സഞ്ജു ചെയ്തത്. ഇതാണ് വലിയൊരു തെറ്റായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ സഞ്ജു ചെയ്തിട്ടില്ല. പവലിയനിലെത്തിയ ശേഷം തന്റെ ക്രിക്കറ്റ് കിറ്റിലേക്ക് തന്നെ തന്റെ ക്രിക്കറ്റ് ബാറ്റ് വലിച്ചെറിയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ മറ്റൊരു നീക്കങ്ങളോ മറ്റൊരു ശരിയല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് വലിയൊരു പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരെ എത്തിച്ചത് KCAയിൽ സഞ്ജുവിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന, സഞ്ജുവിനെതിരെ നീങ്ങുന്ന, സഞ്ജുവിനെ തേജോധം ചെയ്യാനും സഞ്ജുവിനെ മാനസികമായി തളർത്താനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് എന്നാണ് സാംസൺ പറയുന്നത്. സഞ്ജു ഇതുവരെ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം തന്നെ, സഞ്ജുവിന്റെ കളിയിലെ മികവെല്ലാം തന്നെ മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിന്റെ ഭാഗത്തുണ്ടായ ചെറിയൊരു വീഴ്ച എന്ന് പോലും പറയാനാകില്ലെങ്കിലും സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് സഞ്ജുവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കിട്ടിയ ഒരു സാധ്യത വലിയൊരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് സഞ്ജുവിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് വരെ എത്തിച്ചിരിക്കുന്നതിന് മുന്നിൽ സഞ്ജുവിനെ തളർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണെന്നാണ് സഞ്ജുവിന്റെ അച്ഛൻ വ്യക്തമായും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വളരെ വികാരാധീനനായാണ് അദ്ദേഹം നമ്മോട് മുഴുവൻ നീളം സംസാരിച്ചതും. സഞ്ജുവിനെ ഇത്തരത്തിൽ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആരുടെയൊക്കെയോ ഗൂഢനീക്കങ്ങൾ സഞ്ജുവിനുള്ള ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചയായി ഏറ്റെടുത്തിരിക്കുന്നതും. സഞ്ജു വി സാംസണെതിരെ നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്, ഷോക്കോസ് നോട്ടീസ് നൽകാൻ ഉണ്ടായ കാരണമെന്ത്? ആ കാരണത്തിനായി KCA ഉയർത്തിയ വാദങ്ങളിലെ ദൗർബല്യം ഒരു പക്ഷേ ഫൂളിഷ് ഡിസിപ്ലിൻ എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശ്രീ റജി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ റജി ലൂക്കോസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റജി ലൂക്കോസ്, ആ കുഞ്ഞിനെ എന്തിനിങ്ങനെ ക്രൂശിക്കണമെന്ന് ആ പിതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകന്റെ മാത്രം കാര്യമാണോ, അതോ കേരളത്തിന്റെ പൊതുകാര്യമോ? ഇത് കേരളത്തിന്റെ പൊതുകാര്യം തന്നെയാണ്. അതായത് ഇവിടെ ക്രിക്കറ്റിന്റെ കുറെ മുതലാളിമാര് കേരളത്തിൽ വളർന്നു വരുന്ന, സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വരുന്ന ക്രിക്കറ്റ്, അതായത് ഇന്ത്യയിൽ ആപ്പാടെ 1, 2, 3 മലയാളികൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ളൂ. നമ്മുടെ ടിനി ഓവനാൻ, നമ്മുടെ ശ്രീശാന്ത്, ഇപ്പം നമ്മുടെ സഞ്ജു സാംസൺ, പിന്നെ നമ്മുടെ ബോംബെക്ക് വേണ്ടി കളിച്ചിട്ടൊരു പിള്ളയുണ്ട്, അതിന് പുള്ളി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഈ 3 താരങ്ങളും കേരളത്തിൽ നിന്നും അതികഠിനമായ സാഹചര്യങ്ങളിലെ എന്താ പറയുക, ഒരു ഒട്ടകം സൂചിക്കുഴയുടെ പോലെ കടന്ന് ഇന്ത്യൻ ടീമിൽ വന്ന ചരിത്രമാണ് കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് ടീമുകൾക്കുള്ളത്. അപ്പോൾ ഇവരെ എല്ലാവരെയും കുറെ 4-5 പേരുടെ നിന്ന് കേരളത്തിലെ KCA എന്ന് പറയുന്ന കച്ചവട ലോബികളായിട്ടുള്ള മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ അവരുടെ ഭാവി തീരുമാനിക്കൂ എന്നുള്ള ഒരു ഗതികേടിലാണ് കേരളത്തിലെ ക്രിക്കറ്റിലെ നമ്മുടെ കായിക താരങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്. ഇത് കേരളത്തിന്റെ പൊതുവികാരമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചരിത്രത്തിലേക്ക് പോകാം. നമ്മുടെ സൗരവ് ഗാംഗുലി എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ ദാദ എന്ന് ഓമനപ്പേര് വിളിക്കുന്ന ബംഗാളിൽ നിന്നുള്ള നമ്മുടെ മുൻ ക്യാപ്റ്റൻ നമ്മുടെ സൗരവ് ഗാംഗുലിയെ 2 തവണ അകാരണമായിട്ട് അദ്ദേഹം തൻ്റെ സ്പിരിറ്റ്, തൻ്റെ ക്രിക്കറ്റിലെ തൻ്റെ വീര്യം, തൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തൻ്റെ ശരീര ഭാഷയിലൂടെ പ്രകടിപ്പിച്ചു എന്നുള്ള ദുഷ്ടമായ രീതിയിലുള്ള ആരോപണവുമായിട്ട് BCCI രംഗത്ത് വന്ന് 2 തവണ അദ്ദേഹത്തിനെ ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കൽക്കട്ടയും ബംഗാളും തിളച്ചുമറിഞ്ഞു. ഭയന്നോടൊന്ന് ബംഗാൾ ജനതയുടെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കേണ്ടി വന്നു. കേരളം അതാണ് ഇത് കാണിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിരിക്കുന്ന ഈ സാംസൺ എന്ന് പറയുന്ന മനുഷ്യൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തികച്ച സാധാരണ സിറ്റുവേഷനിൽ നമ്മളിരിക്കുന്ന ഈ തിരുവനന്തപുരം ജില്ലയുടെ ഒരു കടപ്പുറത്ത് നിന്നും ഡൽഹിയിൽ ജോലിയാർത്ഥം പോയി സാംസൺ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ 2 കുട്ടികളെയും കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിലൂടെ വളർത്തിക്കൊണ്ട് വന്നു. അവിടെ രണ്ടാമത്തെ സന്തതിയായ നമ്മുടെ സഞ്ജു സാംസൺ ക്രിക്കറ്റിൽ ടാലൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ആ ജോലി രാജിവെച്ച് തൻ്റെ കുട്ടിയുടെ ഭാവിയെ ഉദ്ദേശിച്ചു കേരളത്തിൻ്റെ ഒരു അഭിമാന ഭാജനമായി ഇന്ന് വളർത്തിക്കൊണ്ട് വന്ന ഒരു പിതാവാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കരഞ്ഞിരിക്കുന്നത്. ഈ കണ്ണീര് വീഴ്ചിരിക്കുന്നത് ക്രിക്കറ്റിൻ്റെ മുതലാളിമാരെന്നറിയപ്പെടുന്ന KCAയുടെ ഭാരവാഹികൾ TC മാത്യു എന്ന് പറഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ ക്രിക്കറ്റും കേരള ജനതയുടെ മുമ്പിൽ ഒരു ഏകാധിപതിയെ പോലെ, ഒരു ഉത്തര കൊറിയൻ ചക്രവർത്തിയെ പോലെ തന്നെ പെരുമാറിക്കൊണ്ടുന്ന TC മാത്യുവിനെ പോലുള്ള 3-4 പേരടങ്ങുന്ന ഒരു സംഘമാണ് കേരളത്തിൽ
ഇന്ന് സഞ്ജു സാംസൺ എന്ന് പറയുന്ന അഭിമാനമായ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ആ തികച്ച സാധാരണ രീതിയിൽ എല്ലാവരോട് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വിജയാഹ്ലാദങ്ങളും പരാജയങ്ങൾ പോലും നേരത്തെ ചിരിയിലോ ചെറിയൊരു സങ്കടത്തിലോ മാത്രം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള ആ സഞ്ജു സാംസനെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ വിഷയം വേറൊന്നുണ്ട്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായ ഇന്ത്യക്ക് വേണ്ടി പലതവണ ബാറ്റ് ചെയ്തിട്ടുള്ള സിംബാബ്വെ പോയി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏകദിനത്തിൽ അരങ്ങേറിയ IPL ക്രിക്കറ്റിൽ 2 തവണ മാൻ ഓഫ് ദി സീരീസ് ആയി വന്ന സഞ്ജു സാംസൺ എന്ന അഭിമാനം മലയാളികൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏക ക്രിക്കറ്റ് താരത്തിനെ നശിപ്പിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ രംഗത്തിറങ്ങണം. ഈ TC മാത്യുവിനെ പോലുള്ള കച്ചവടക്കാരെ ഏകാധിപതികളെയും ആ സ്ഥാനത്ത് നിന്ന് അടിച്ചിറക്കാനുള്ള തൻ്റെ ഇടം മലയാളികൾ കാണിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിന് അപൂർവമായി കിട്ടിയിരിക്കുന്ന ഒരു ഭാവി രക്തത്തെ, ഒരു ക്രിക്കറ്റ് താരത്തെ കച്ചവടക്കാരോട് നശിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ആ സ്പിരിറ്റ് തന്നെയാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ അന്വേഷണങ്ങളിലും നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ കമാൽ വരദൂർ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ശ്രീ കമാൽ വരദൂർ, ഹിറ്റ്ലറും ഈദി അമീനും ഒക്കെ തങ്ങളുടെ നാടുകളിൽ ഉണ്ടാകുന്ന മത്സരങ്ങളിൽ 1-ാം സമ്മാനം നൽകാറില്ല. 1-ാം സമ്മാനം മത്സരിച്ചാലും ഇല്ലേലും ആ സ്വേച്ഛാധിപതികൾക്കാണ്. ആ സ്വഭാവത്തെ പിന്തുടരുന്ന ഒരു ശൈലിയാണോ KCA സ്വീകരിക്കുന്നത്? തൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു വൈകാരിക വിക്ഷോഭത്തിൽ സ്വന്തം ബാറ്റ് സ്വന്തം കിറ്റിലേക്ക് എറിഞ്ഞാൽ അതിനെതിരെ അച്ചടക്ക നടപടിക്ക് തിട്ടൂരം നൽകുമോ KCA? ശ്രീ കമാൽ വരദൂർ, അതായത് നമ്മള് സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജുവിനെ നമുക്കെല്ലാം അറിയുന്ന ഒരു താരമാണ്. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ IPL പോലുള്ള വലിയ ക്രിക്കറ്റ് വേദിയിൽ വളരെ പക്വമായിട്ട് ഇടപെടുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ പല തവണകളിലായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ പക്വമായിട്ട്, അല്ലെങ്കിൽ ഒരു പലപ്പോഴായിട്ടൊരു അന്തർമുഖനെ പോലെ കൂടുതൽ സംസാരിക്കാതെ, അതായത് മൈതാനത്ത് മാത്രം നമ്മൾ സച്ചിനെ കുറിച്ചൊക്കെ പറയാറുള്ളത് പോലെ, കാരണം കളിക്കളത്തിൽ മാത്രം തന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്ന വളരെ മാന്യനായ ഒരു താരമാണ്. അങ്ങനെയുള്ള സഞ്ജു, നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് രാഹുൽ ദ്രാവിഡിനെ പോലുള്ള അദ്ദേഹത്തിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു അതായത് നമുക്ക് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പന്തയ വിവാദവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടന്നിരുന്നു. കുറെ താരങ്ങൾ പിടിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ അറിയുന്ന, ടീമിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാളായിട്ട് പോലും സഞ്ജു പ്രതികരിച്ചത് അത്തരത്തിൽ ഒരു തരത്തിലും തന്റെ പ്രതികരണം ഉണ്ടാവില്ല. കാരണം അത് ടീമിന്റെ കാര്യങ്ങളാണ്. ടീമുമായി ബന്ധപ്പെട്ട് ശ്രീശാന്തിനെ പോലെ തന്റെ സീനിയറായ ഒരു താരമാണ്. അപ്പം ആ സീനിയർ താരത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു നീക്കത്തിനും അദ്ദേഹം പോയിട്ടില്ല. വളരെ പക്വമായിട്ട്, യങ്ങാണെങ്കിൽ പോലും വളരെ പക്വമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരു താരം നമുക്കറിയാം. ഇപ്പൊ നമ്മളിപ്പം മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരം, അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യക്ക് വേണം, ഒരു ബാറ്റിംഗ് വിക്കറ്റ് കീപ്പർ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ മാത്രമല്ല, നമ്മുടെ സെലക്ടേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ അദ്ദേഹത്തിന്റെ എൽഡേഴ്സ് ആണ്, ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരു താരമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് അത്തരം പ്രകോപനപരമായിട്ട് ബാറ്റ് തല്ലിപ്പൊട്ടിക്കുക, ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം നിൽക്കും എന്ന് തോന്നുന്നില്ല. പിന്നീട് എന്തുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കുറെ അതായത് കുറെ പ്രശ്നങ്ങൾ നമ്മൾ ശ്രീശാന്തുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പല വിഷയങ്ങളിലായിട്ട്, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ സീസണിൽ പുറത്തുനിന്ന് കുറച്ച് താരങ്ങളെ കൊണ്ടുവരുന്ന വിഷയങ്ങളാണെങ്കിൽ ധാരാളം വിഷയങ്ങളിൽ ചില തരത്തിലുള്ള ഇടപെടലുകളോ ഏകാധിപത്യപരമായ സംസാരങ്ങളോ രീതികളോ നടക്കുന്നുണ്ട്. അത് പക്ഷെ നമ്മുടെ ക്രിക്കറ്റ്, കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ ശക്തമായിട്ട് ഇടപെടുന്നത് കൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ കാണാതിരിക്കരുത്. കാരണം വളരെ നല്ല രീതിയിൽ നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റ് മീൻസ് നമ്മുടെ 14 ജില്ലകൾ എടുക്കുക, ആ ജില്ലാ തലങ്ങളിലാണെങ്കിൽ, മത്സര തലങ്ങളിലാണെങ്കിൽ, അക്കാഡമിക് തലങ്ങളിലാണെങ്കിൽ ക്രിക്കറ്റ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശരിക്കും എന്താ പറയുക, നമ്മൾ സ്വയം ഭരണം പോലെ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആ വിഭജന ഭരണം പോലെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കല്ലുകടികൾ ഒഴിവാക്കണം. അതാണ് ശ്രീ കമാൽ വരദൂർ, അതിനകത്താണ് കാതലായ പ്രശ്നം ഇരിക്കുന്നത്. ഇത്തരം കല്ലുകടികൾ ഒഴിവാക്കണം. ഒരുപക്ഷെ കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായി നാളെ വലിയ വളർച്ചയും ഭാവിയുമുള്ള ഒരു താരം. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ ഉള്ള മലയാളി താരങ്ങളാണെങ്കിൽ ചില അഗ്രസീവ് സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. പക്ഷേ ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ സമാധാനവാനായ വളരെ കാം ആൻഡ് ക്വയറ്റ് നേച്ചറുള്ള ഒരു താരം കൂടിയാണ്. നമുക്ക് സാധാരണ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ പാവം തോന്നും എന്ന് പറയുന്ന ഒരു ശരീരഭാഷയാണ് ഒരുപക്ഷെ സഞ്ജു വി സാംസൺ നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു താരത്തെയാണ് അച്ചടക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെ സാധ്യതകൾ KCAയുടെ ഈ നീക്കത്തിനെതിരെയുണ്ട്? സർക്കാരിന് ഇടപെടാൻ കഴിയുമോ? അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായം ഒരുപക്ഷെ അതിൽ പ്രതിഫലിപ്പിക്കുമോ? എന്തൊക്കെ സാധ്യതകൾ താങ്കൾ നിരീക്ഷിക്കുന്നു?
ശരിക്കും അതിൽ വേണ്ടത് നമ്മള് നാളെയുടെ ഒരു ക്രിക്കറ്ററാണ് സഞ്ജു. നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന്റെ ആഭ്യന്തര ക്രിക്കറ്റിൽ അല്ലെങ്കിൽ IPL പോലുള്ള ചില മത്സരങ്ങളിൽ ആദ്യ സീസൺ മുതൽ എത്രയോ തവണ മാൻ ഓഫ് ദ മാച്ച് ആയ ഒരു താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഏത് പൊസിഷൻ, ഇപ്പോൾ നമ്മൾ ധോണിയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഓപ്പണർ ആവാം, വൺ ഡൗൺ ആവാം, ഏത് പൊസിഷനിലും അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ പെട്ടെന്ന് നമ്മൾ നേഴ്സ് ചെയ്ത്, കാരണം അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം, വളരെ പോറായിട്ടുള്ള, വളരെ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ പറയാറുള്ളത് ശരിക്കും വരേണ്യർക്ക് മാത്രം മാറ്റിവെക്കപ്പെട്ടു അല്ലെങ്കിൽ സമ്പന്നർക്ക് മാത്രം മാറ്റിവെക്കപ്പെട്ട ഗെയിം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഇത് വളരെ ഒരു മത്സ്യബന്ധക കുടുംബത്തിൽപ്പെട്ട ഒരാള്, യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാള്, സ്വന്തം പിതാവ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് സാഹസങ്ങളും യാതനകളൊക്കെ നമ്മൾ വാർത്തകളായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു താരം ശരിക്കും അദ്ദേഹം മുന്നോട്ട് പോവേണ്ട ഒരു താരമാവുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടി വരിക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ഷൻ മാനദണ്ഡങ്ങളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സെലക്ടേഴ്സ് പറയാറുണ്ട്. കാരണം നമ്മുടെ സെലക്ഷൻ രീതിയെ കുറിച്ച് നമുക്കറിയാം, മേഖലാ സെലക്ഷൻ രീതിയാണ്, പലർക്കും താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് ടീമിലേക്ക് എടുക്കുന്നത്. ഈ രീതിയിലുള്ള വെല്ലുവിളികൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു താരത്തിനെതിരെ നമ്മുടെ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സെലക്ടേഴ്സ് പറയാൻ പോകുന്ന അല്ലെങ്കിൽ സെലക്ടേഴ്സിന്റെ മുമ്പിലേക്ക് നമ്മുടെ അസോസിയേഷൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം താരങ്ങളൊന്നും നോക്കണം, മാർക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ശരിക്കും സഞ്ജുവിന്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളം, കാരണം നമ്മൾ ടിനു യോഹനാനെ കുറിച്ച്, നമ്മൾ ശ്രീശാന്തിനെ കുറിച്ച്, ഏറ്റവും അവസാനമായിട്ട് അർദ്ധ മലയാളിയെ കരുൺ നായരെ കുറിച്ചൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ സ്വന്തം യങ് ആയിട്ടുള്ള ഒരു താരം, ആ താരം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് സീനിയർ തലത്തിൽ അല്ലെങ്കിൽ അസോസിയേഷൻ തലത്തിൽ മീൻസ് അത് ഒരു പരിഹാരം കാണേണ്ടതിന് പകരം ഇത്തരം നടപടികളിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും അത് കേരളത്തെ ബാധിക്കും. അതാണ് ശ്രീ കമാൽ വർദൂർ ചോദിക്കുന്നത്. അതായത് ഒരു പക്ഷേ KCA ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ അത് BCCIയുടെ പല കാര്യങ്ങളിലേക്കും എഫക്ട് ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവിക്ക് കല്ലുകടിയാവുന്ന പല കാര്യങ്ങളും KCAയുടെ ഈ ചെറിയ നീക്കം കൊണ്ടുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ, KCA അത്തരത്തിൽ നീങ്ങാതിരിക്കാൻ എന്തൊക്കെ ഇടപെടൽ ബാഹ്യമായി ഉണ്ട്, ആ സാധ്യതകളെ സംബന്ധിച്ചാണ് സർക്കാർ ഇടപെടണോ? ഒരുപക്ഷെ കേരളം മുഴുവൻ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയായി നിരീക്ഷിക്കുകയാണ് ഈ കാര്യങ്ങൾ. അതെ, ക്രിക്കറ്റ് അസോസിയേഷന്റെ കാര്യത്തിൽ നോർമലി സർക്കാർ, ഇപ്പൊ നമ്മുടെ സർക്കാരാണെങ്കിൽ, കായിക വകുപ്പാണെങ്കിൽ ഇത്തരം അസോസിയേഷൻ കാര്യങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാറില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ധാരാളം വിവാദങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിട്ടും ഇപ്പോൾ സർക്കാരിൻ്റെതായ പരിമിതി ഉള്ളത് നമ്മുടെ സ്പോർട്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൺകറന്റ് പട്ടികയിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ ഇപ്പോൾ അസോസിയേഷൻ വിഷയമാണെങ്കിൽ പോലും ഏതെങ്കിലും താരത്തിന്റെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നതിന് നമ്മുടെ സർക്കാരിനാണെങ്കിൽ ചെറിയ പരിമിതിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ശരിക്കും TC മാത്യുവിനെ പോലെ ഒരാൾ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, നമ്മുടെ BCCIയുടെ വൈസ് പ്രസിഡന്റാണ്, ഇത്തരം വലിയ പദവികൾ വഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ശരിക്കും പരിഹരിക്കാവുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം സംസാരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക, ആ രീതിയിൽ സീനിയർ തലത്തിൽ ഒരു ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നം, അതായത് ഇതൊരു അച്ചടക്ക നടപടിയിലേക്കോ അല്ലെങ്കിൽ വാർത്തയിലേക്കോ പോകേണ്ട വിഷയമായിരുന്നില്ല, മറിച്ച് ആ ഡ്രസ്സിംഗ് റൂമിലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ പുറത്തോ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടില്ല, എങ്കിൽ പോലും അസോസിയേഷൻ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അച്ചടക്ക നടപടിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും വലിയ വാർത്തയാവും, ദേശീയ വാർത്തയൊക്കെ ആയിട്ട് മാറും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള നടപടികളിലേക്കൊക്കെ പോകും. അതിന് പകരമായിട്ട് അസോസിയേഷൻ തലത്തിൽ തന്നെ ആ താരത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത്. തീർച്ചയായും ശ്രീ കമാൽ വരദൂർ, വേഗം തിരിച്ചെത്താം. കരഞ്ഞുകൊണ്ട് സഞ്ജുവിന്റെ പിതാവ് പറയുകയാണ് തന്റെ മകന്റെ അവസരങ്ങൾ നിഷേധിക്കരുത്. വിതുമ്പിക്കൊണ്ട് ആ അച്ഛൻ കേരളത്തോട് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ മുഴുവൻ ഭാവിയുടെയും അഭിമാനത്തിന്റെയും ചിഹ്നമായി കൂടി കൂട്ടിക്കിട്ടേണ്ടി വരും. സഞ്ജു വി സാംസൺ എന്ന കേരളത്തിന്റെ പുതുതാരം, വളർന്നു വരുന്ന വലിയ ഭാവിയുള്ള താരത്തെ ഏതെങ്കിലും തരത്തിൽ തടയാൻ ശ്രമിച്ചാൽ ആ തടയലിനെ വെച്ചുപൊറിപ്പിക്കാനാകില്ല എന്ന തരത്തിലേക്കുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്കും കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എത്തുന്നത്. തീർച്ചയായും അത് ക്രോഡീകരിക്കുക കൂടി ചെയ്യാം.